വേണ്ടിയിട്ട് പോകുന്നത് ജി എസ് ടിയുടെ യൂണിറ്റ് 5 മൊഡ്യൂൾ 4 യൂണിറ്റ് 5 ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആൻഡ് റീഫണ്ട് ഓഫ് ടാക്സ്. അതായത് ടി ഡി എസ് എന്താണ്, ടി സി എസ് എന്താണ്, റീഫണ്ട് ഓഫ് ടാക്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇൻ ജി എസ് ടി അല്ലെങ്കിൽ ടി ഡി എസ്. ഇപ്പം നോർമലി നമ്മൾ ജി എസ് ടി പേ ചെയ്യുമ്പോൾ ടാക്സ് ഈസ് കളക്റ്റഡ് അലോങ് വിത്ത് ദ പ്രൈസ്. അതായത് പ്രൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാക്സ് നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ സെല്ലർ ബയറിൻ്റെ കയ്യിൽ നിന്ന് പ്രൈസിൻ്റെ കൂടെ തന്നെ കളക്ട് ചെയ്യുന്ന, എന്നിട്ട് ആ കളക്ട് ചെയ്യുന്ന ആ എമൗണ്ട് സെല്ലർ തന്നെ ഗവൺമെൻറ്റിന് അടയ്ക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ബട്ട് ഇൻ സം സിറ്റുവേഷൻസ്, പക്ഷേ ചില സിറ്റുവേഷൻസിൽ ദ പേഴ്സൺ ഹു മേക്സ് പേയ്മെൻറ്റ് ടു ദ സപ്ലയർ ഹാസ് ടു ഡിഡക്റ്റഡ് ടാക്സ് അറ്റ് സോഴ്സ്. അതായത് ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ആൾ, അതായത് പർച്ചേസ് ചെയ്യുന്ന ആൾ, ബയർ, ചില സമയത്ത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? സെല്ലറിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ടൈമിൽ ഒരു ടാക്സ് അതിൽ നിന്ന് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് പേ ദ സെയിം ടു ദ ഗവൺമെൻറ്. അപ്പം ബൈ ചെയ്യുന്ന ആൾ തന്നെ ടാക്സ് ഗവൺമെൻറ്റിന് അടയ്ക്കുവാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടി ഡി എസ് എന്ന് പറയുന്നത്. അതായത് നോർമൽ കേസിൽ സെല്ലർ ടാക്സ് കളക്ട് ചെയ്യും. ആരുടെ കയ്യിൽ നിന്ന്? ബയറിൻ്റെ കയ്യിൽ നിന്നും. അവർക്ക് അവർ സാധനം വിറ്റതിന് അവർ തിരിച്ച് പൈസ മേടിക്കുന്നില്ലേ? ആ പൈസയുടെ കൂട്ടത്തിൽ ടാക്സ് പേ ചെയ്യാനുള്ള എമൗണ്ടും കൂടെ കൂട്ടി ആര് വാങ്ങിക്കുന്നുണ്ട്? സെല്ലർ ബയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് സെല്ലർ ആർക്ക് വിൽക്കുന്നു, ആർക്ക് പേ ചെയ്യുന്നു? ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ബയർ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുന്നിലെ, അതായത് സെല്ലർ സാധനം വിറ്റു, ബയർ സാധനം മേടിച്ചു, എന്നിട്ട് നമ്മൾ പ്രൈസ് കൊടുക്കുമല്ലോ, കൺസിഡറേഷൻ കൊടുക്കുമല്ലോ. ഈ കൺസിഡറേഷൻ കൊടുക്കുന്നതിന് മുന്നിലെ തന്നെ ഈ ബയർ തന്നെ എന്ത് ചെയ്യാണ്? ടാക്സ് അടയ്ക്കാനുള്ള ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കട്ട് ചെയ്തിട്ട് ആണ് പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നിട്ട് ബയർ തന്നെ ആർക്ക് ടാക്സ് പേ ചെയ്യുന്നു? ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, the TDS is to be deducted at the rate of 2% on payments made to the supplier of taxable goods and services where the total value of such supply under an individual contract exceeds 2,50,000 rupees. അതായത് ജി എസ് ടി അടയ്ക്കുന്ന സമയത്ത് ജി എസ് ടിയിൽ സെർട്ടൻ പെർസെൻറ്റേജസ് ഒക്കെ ജി എസ് ടി കൗൺസിൽ പറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജിൽ വേണം അടയ്ക്കാനായിട്ടെന്നൊക്കെ. അപ്പം ആ പെർസെൻറ്റേജ് തീർച്ചയായിട്ടും ടി ഡി എസിൽ കട്ട് ചെയ്യണം. ടി ഡി എസിൽ മെയിനായിട്ട് 2% ആണ് കട്ട് ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നത്. ഈ 2% എന്ന് പറയുന്നത് അതിൽ 1% സി ജി എസ് ടി, 1% എസ് ജി എസ് ടി. അപ്പോൾ ഈ 1% സി ജി എസ് ടി പ്ലസ് 1% എസ് ജി എസ് ടി കൂടുന്നതാണ് എന്ത്? 2% ടി ഡി എസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ടോട്ടൽ എമൗണ്ട് നമ്മൾ നോക്കുമ്പം ഇതിൽ 2,50,000 റുപ്പീസിൽ എക്സീഡ് ചെയ്യുന്ന സെയിൽസ് ആണെങ്കിൽ മാത്രമേ ടി ഡി എസിൻ്റെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആകത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആകണമെന്ന് പറഞ്ഞല്ലോ, 2,50,000 റുപ്പീസിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 2% ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില സെർട്ടൻ പേഴ്സൺസിന് മാത്രമേ ടി ഡി എസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതാരൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ്, എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഇങ്ങനെ 2,50,000 റുപ്പീസിൽ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും 2% ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം പേയ്മെൻറ്റ് നടത്താനായിട്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റൽ ഏജൻസീസ് അല്ലെങ്കിൽ such persons or category of persons as may be notified by the government on recommendation of GST Council. ജി എസ് ടി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഗവൺമെൻറ്റിന് ഇവിടെ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഗവൺമെൻറ് കുറച്ച് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസിനെ അല്ലെങ്കിൽ കുറച്ച് കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ അല്ലെങ്കിൽ പേഴ്സൺസിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ന ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന ആൾക്കാർ തമ്മിലുള്ള ഇടപാടുകളാണെന്നുണ്ടെങ്കിൽ എന്നുള്ളത് പോലെ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അവരെയും ആ പേഴ്സൺസിനെയും നമ്മൾ ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. The amount of tax deducted at source should be deposited to the government account by the deductor by 10th of the succeeding month. The deductor would be liable to pay interest if the tax deducted is not deposited within the prescribed time limit.
അതായത് നമ്മൾ ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണല്ലോ സെല്ലറിന് ബയർ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് ബയർ ടാക്സ് പേ ചെയ്യണം. ഇങ്ങനെ ഈ ഒരു ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് നമ്മൾ ഈ എമൗണ്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത മാസത്തിൻ്റെ 10ാമത്തെ ദിവസവും 10 ദിവസത്തിനുള്ളിലെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയും. ഇൻ കേസ് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഡിഡക്റ്ററിന് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയറും പ്ലേസ് ഓഫ് ദി സപ്ലൈയും ഈ റെസിപ്പിയൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്നും സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമാണ്, ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനിയും നെക്സ്റ്റ് TDS സർട്ടിഫിക്കറ്റ്. എന്താണ് TDS സർട്ടിഫിക്കറ്റ്? A TDS certificate is required to be issued by the deductor to the deductee within 5 days of crediting the amount to the government, failing which the deductor would be liable to pay a late fee of ₹100 per day from the expiry of the 5th day till the certificate is issued. This late fee would not be more than ₹5,000. അപ്പോൾ ഇവിടെ നമുക്ക് 2 പേഴ്സൺസ് ആണ് വന്നേക്കുന്നത്, ഒന്ന് ഡിഡക്റ്ററും ഒന്ന് ഡിഡക്റ്റീവും. അപ്പോൾ TDSൻ്റെ സിറ്റുവേഷനിൽ ഡിഡക്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ക്യാഷ് ഈ ഒരു ടാക്സ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തത്. അപ്പം ഈ സിറ്റുവേഷനിൽ ആരാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്? ദ ബയർ അല്ലെങ്കിൽ ദ പർച്ചേസർ ആണ്. ഇനിയും ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദ സപ്ലയർ അല്ലെങ്കിൽ ദി സെല്ലറാണ് വരുന്നത്. അപ്പം ഈ ഒരു ബയർ അല്ലെങ്കിൽ ഈ ഒരു പർച്ചേസ് ചെയ്ത ആൾ സെല്ലറിന് ടാക്സ് ഡിഡക്റ്റ് ചെയ്തു എന്ന് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള, അതായത് എത്ര റേറ്റ് ഓഫ് ടാക്സ് എത്രയായിരുന്നു, എമൗണ്ട് ഓഫ് ടാക്സ്, എമൗണ്ട് ഡിഡക്റ്റഡ് എത്രയായിരുന്നു, ടോട്ടൽ വാല്യൂ എത്രയായിരുന്നു, എന്ത് ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്തത്, ഈ ഐറ്റംസ് എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ഡിഡക്റ്റ്, അതായത് സപ്ലയറിന് ഡിഡക്റ്റർ അതായത് ബയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ TDS സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിന് 10 ദിവസത്തിനുള്ളിൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് ഇഷ്യൂ ഡിഡക്റ്റ് ചെയ്ത് 10 ഡേയ്സിനുള്ളിൽ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം ടാക്സ്. ഇങ്ങനെ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് 5 ദിവസത്തിനുള്ളിൽ ഈ ഡിഡക്ടർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ഇൻ കേസ് ഇഷ്യൂ ചെയ്യാൻ ഫെയിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ദിവസം തൊട്ട് ₹100 ഓരോ ദിവസം വീതവും, അതായത് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നിടം വരെയും 5ാമത്തെ ദിവസം തൊട്ട് ₹100 ലേറ്റ് ഫീ ആയിട്ട് പേയ്മെൻറ്റ് പെനാൽറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പെനാൽറ്റി ഒരിക്കലും 5,000 കൂടാനും പാടില്ല എന്നും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. The TDS so deducted shall be deposited in the account of government by 10th of the succeeding month. അപ്പം the TDS so deducted in the government account shall be reflected in the electronic cash ledger of the supplier would be able to use same for payment of any tax or any other amount. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്ന ആൾ റിട്ടേൺ ഫയൽ ചെയ്യുമല്ലോ, അതായത് പർച്ചേസർ അല്ലെങ്കിൽ ഈ ബയർ അയാൾ മേടിച്ച ഈ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ റിട്ടേൺ അയാളുടെ GSTR നമ്പർ അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് ആരുടെ അക്കൗണ്ടിലേക്കും കൂടെ ക്രെഡിറ്റ് ആയി കാണിക്കുമെന്നാണ് പറയുന്നത്. ഡിഡക്റ്റഡ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണിക്കലി അത് ക്രെഡിറ്റ് ആയിട്ട് കാണിക്കും. എങ്ങോട്ടേക്ക്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഓഫ് ദി സപ്ലയറിൻ്റെ അല്ലെങ്കിൽ ഡിഡക്റ്റിയുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആൾക്ക് അത് ക്യാഷ് എന്താണ്, ആ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് നടത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TCS എന്ന് പറഞ്ഞാൽ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് TDS ആയിരുന്നു. അപ്പോൾ TDSും TCSും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഫീച്ചേഴ്സൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ TDS റെഫേഴ്സ് ടു ടാക്സ് which is deducted when recipient of goods or services makes some payment under a contract. അതായത് TDS എന്ന് പറയുന്നത് എന്താണ്? റെസിപ്പിയൻ്റ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ് ചെയ്തയാളാണ് അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൻ്റെ കീഴിൽ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ TCS റെഫേഴ്സ് ടു ടാക്സ് വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ദി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ
when a supplier supplies some goods and services through its portal and the payment for the supply is collected by the electronic commerce operator. അപ്പോൾ TCS എന്ന് പറയുമ്പം അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എപ്പോഴും അവിടെ വരുന്നൊരു ആളെന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. അതായത് ഏതെങ്കിലും ഒരു സപ്ലയർ അയാളുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈ ഒരു ഇലക്ട്രോണിക് കൊമേഴ്സിൻ്റെ പോർട്ടൽ വഴി സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫോർ ദ സപ്ലൈ നിന്നും ക്യാഷ് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. ഓക്കെ, അപ്പം ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ TCSൽ വരുന്നത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ കേസിലാണ്. അപ്പോൾ അതിൽ കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ പ്രൊവിഷൻ നോക്കിക്കേ, എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ നോട്ട് ബീയിങ് ആൻ ഏജൻറ്റ്, അതായത് ഏജൻ്റ് അല്ലാതെ ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഷാൾ കളക്ട് ആൻ എമൗണ്ട് നോട്ട് എക്സീഡിങ് 1%. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1% ആണ്. നേരത്തെ TDSൽ 2% ആയിരുന്നു. അപ്പം TCS വരുമ്പോഴത്തേക്കും അത് 1% ആയിട്ട് മാറി. അതായത് ഈ 1%ൽ 0.5% SGST, 0.5% CGSTയും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓഫ് ദി നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് മെയ്ഡ് ത്രൂ ഇറ്റ് ബൈ അതർ സപ്ലയർ. അപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ത്രൂ സപ്ലൈ നടത്തുവാണ്, നേരിട്ടല്ല, ത്രൂ വേറെ കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ ആ ഒരു വേറെ ഒരാൾ മെയിനായിട്ടുണ്ട്, അയാൾ ബാക്കിയുള്ള ഒരു ത്രൂ സപ്ലയേഴ്സ് നടത്തുകയാണ്. അപ്പോൾ ഒരു സപ്ലയർ അത് ത്രൂ നടത്തിയിരിക്കുന്ന ഒരു സപ്ലയർ ത്രൂ ഒരു സപ്ലൈ നടത്തിയിട്ടുണ്ട്. ആ സപ്ലൈയുടെ നെറ്റ് ടാക്സബിൾ വാല്യൂവിൻ്റെ മേലെയാണ് ഈ 1% എടുക്കേണ്ടത്. അപ്പം ഒരു സപ്ലയർ ഒരു സപ്ലയർ വേറൊരു സപ്ലയറിൻ്റെ മേലെ ഒരു സപ്ലയർ ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ ത്രൂ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ ഒരു സപ്ലയറെ ഏതെങ്കിലും ഒരു സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്ലൈയുടെ നെറ്റ് ടാക്സബിൾ വാല്യൂ എടുക്കണം. ഫുൾ ടാക്സബിൾ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ 1% ടാക്സ് നമ്മൾ എടുക്കേണ്ടത്. where the consideration with respect to such supplies is to be collected by the ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ കളക്ട് ചെയ്യുന്ന സമയത്താണ് ആ പൈസ ഓപ്പറേറ്ററാണ് കളക്ട് ചെയ്യേണ്ടത്. അല്ല, ഓപ്പറേറ്റർ ത്രൂ ആണ് പേയ്മെൻറ്റ് പോകുന്നത്. ഓപ്പറേറ്റർ ആണ് ആ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നതും ഓപ്പറേറ്ററാണ് ആ പേയ്മെൻറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കുകയും ചെയ്യുന്നതെല്ലാം. TDSൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആണെങ്കിൽ ഇത് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ടൈമിലാണ് കളക്ട് ചെയ്യുന്നത്. TDSലാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്താണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. TDS പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്താണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. എന്നാൽ TCSൽ എങ്ങനെയാണ്, എപ്പോഴാണോ ആ ഒരു പ്രോസസ്സ് ത്രൂ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൻ്റെ ത്രൂ സപ്ലൈ നടത്തുന്നത്, ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ആര് കളക്ട് ചെയ്യുകയാണ് എമൗണ്ട്, ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആ പേയ്മെൻറ്റ് അവരെ നടത്തുന്ന സമയത്ത് അങ്ങ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. The amount, next provision നോക്കിക്കേ, the amount so collected shall be paid to the government by the operator within 10 days after the end of the month in which such collection is made. അപ്പം ഈ ഒരു ഗവൺമെൻറ്റിന് ഓപ്പറേറ്റർ എപ്പോഴാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിൻ്റെ കണക്ക് ഫുള്ള് നമ്മൾ എടുക്കുക. 1 മന്ത് ടോട്ടലുള്ള കളക്ഷൻ ആ മന്ത് ഫുള്ള് നമ്മൾ എടുത്തിട്ട് ആ മന്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗവൺമെൻറ്റിന് ഈ ഒരു എമൗണ്ട് ഫുള്ള് ഓപ്പറേറ്റർ ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. എവരി ഓപ്പറേറ്റർ who collects the amount shall furnish a statement electronically containing the details of outward supplies of goods and services or both affected through it. അപ്പോൾ എല്ലാ ഓപ്പറേറ്ററും ഈ എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഫർണിഷ് ചെയ്യേണ്ടത്, ഇലക്ട്രോണിക്കലിയാണ് ഫർണിഷ് ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് അയാൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് അല്ലെങ്കിൽ രണ്ടിൻ്റെ കൂടെ ഒന്നിച്ചുള്ള അവയുടെ സപ്ലൈസിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. Every operator who collects the amount specified shall furnish an annual statement electronically. മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റും ഇലക്ട്രോണിക്കലി പ്രിപ്പയർ ചെയ്ത് ഫർണിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് സർവീസസ് ഓർ ബോത്ത് എഫക്റ്റഡ് ത്രൂ ഇറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഗുഡ്സിൻ്റെ ആണെങ്കിലും സർവീസസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ബോത്ത് എഫക്റ്റഡ് രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ചാണെന്നുണ്ട് ഔട്ട്വേർഡ് സപ്ലൈസും ഇൻക്ലൂഡിങ് ദ സപ്ലൈസ് ഓഫ് ഗുഡ്സ്
or services or both returned through it in such form and manner as may be prescribed. അപ്പം നമ്മൾ സെയിൽ ചെയ്യുമ്പം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പം എന്തെങ്കിലും ഇടയ്ക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതൊന്നെങ്കിൽ സെയിൽസ് റിട്ടേൺ കൊടുക്കും അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഔട്ട്വേഡ് സപ്ലൈസ് എന്നാണ് പറയുന്നത്. അപ്പം സെയിൽസ് ആയിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ ഔട്ട്വേഡ് സപ്ലൈസിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള സെയിൽസ് റിട്ടേൺസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഡിഡക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഫർണിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. If any operator after furnishing a statement discovers any omission or incorrect particulars therein, other than as a result of scrutiny, audit, inspection or enforcement activity by the tax authorities, he shall rectify such omission or incorrect particulars in the statement to be furnished for the month during such omission or incorrect particulars are noticed. അപ്പം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഫർണിഷ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഈ ഓപ്പറേറ്ററിന് ഉണ്ട്. പക്ഷേ അവിടെ നമ്മളോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ ദാൻ ആസ് എ റിസൾട്ട് ഓഫ് സ്ക്രൂട്ടിനി, ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ഓർ എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റി ബൈ ദ ടാക്സ് അതോറിറ്റീസ്. ഒരിക്കലും ഈ ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നത് സ്ക്രൂട്ടിനി നടന്നപ്പോഴോ ഓഡിറ്റ് നടന്നപ്പോഴോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ടാക്സ് അതോറിറ്റീസ് എന്തെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തിയപ്പോഴോ ആയിരിക്കരുത് ഈ തെറ്റ് കണ്ടുപിടിച്ചിട്ടിരിക്കുന്നത്. അതിന് മുന്നിലേ തന്നെ നമ്മൾ ഈ ഒരു കൊമേഴ്സ് ഓപ്പറേറ്റർ തന്നെ ഈ തെറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ കണ്ടുപിടിച്ചതിൻ്റെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ ഓപ്പറേറ്ററിന് ഉണ്ട്. The supplier who has supplied the goods or services or both through the operator shall claim credit in his electronic cash ledger of the amount collected and reflected in the statement of the operator in such manner as may be prescribed. അപ്പം ഈ സപ്ലൈ ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസിന് സപ്ലയറിന് എന്തിനും കൂടെയുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് അതിന്മേലുള്ള ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് റിഫ്ലക്റ്റ് ആയിക്കൊള്ളുമെന്നാണ് പറയുന്നത്. Next, the details of suppliers furnished by every operator shall be matched with the corresponding details of outward supplies furnished by the concerned supplier registered under this act in such manner and within such time may be prescribed. അപ്പം ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫർണിഷ് ചെയ്തിട്ടുള്ള സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സപ്ലയർ, അതായത് രണ്ട് വ്യക്തികളാണ് ഇവിടെ വരുന്നത്. ഒന്ന് കൊമേഴ്സ് സപ്ലയേഴ്സ് ത്രൂ ആര് വഴിയാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്നത്? കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി. അപ്പം ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഫർണിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും സപ്ലയർ ഫർണിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം മാച്ച് ആയിരിക്കണമെന്നാണ് പറയുന്നത്. അവിടെ ഒരു മിസ്മാച്ചും ഉണ്ടാകാൻ പാടില്ല. Where the details of outward supplies furnished by the operator do not match with the corresponding details furnished by the supplier. ഇനിയും ഈ മേളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാച്ച് ചെയ്യുന്നില്ല, മിസ്മാച്ച് ആണ് അവിടെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ the discrepancy shall be communicated to the both persons in such manner and within such time may be prescribed. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് പറഞ്ഞിട്ടുള്ള സമയത്തിനും ആ ഒരു മാനറും അനുസരിച്ച് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The amount in respect of which any discrepancy is communicated and which is not rectified by the supplier in his valid return or the operator in his statement for the month in which discrepancy is communicated shall be added to the output tax liability of the supplier. അപ്പോൾ ഇവർ ഇത് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇവർക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ആ ഒരു കറക്ഷൻസും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ആ സപ്ലയറിന് എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ കുറച്ചുകൂടെ അഡീഷൻസ് ഉണ്ടാകും. അതായത് അവരുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. Every operator on whom a notice has been served shall furnish the required information within 15 working days of the date of such service of notice. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു നോട്ടീസ് അയക്കും. എല്ലാ ഓപ്പറേറ്ററിനും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഫർണിഷ് ചെയ്യണം, റിക്വയർഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയക്കും. ഈ നോട്ടീസ് ചെന്ന് 15ാമത്തെ ദിവസത്തിനുള്ളിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു റിക്വയർഡ് ഇൻഫർമേഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. എനി പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫർണിഷ് ഇൻഫർമേഷൻ റിക്വയർഡ് ബൈ ദ നോട്ടീസ്. ഇനി ഇവരിങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടും ഇവർ ഈ റിക്വയർഡ് ഇൻഫർമേഷൻസ് ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ ഫർണിഷ് ചെയ്യാൻ റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ they will be liable
ടു എ പെനാൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 25,000 റുപ്പീസ്, 25,000 രൂപ വരെ 75,000 രൂപ വരെ വരുന്ന പെനാൽറ്റിക്ക് ഇവർ പോകേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് റീഫണ്ട് ഓഫ് ടാക്സ്. മൂന്നാമത്തെ നമ്മുടെ ഇതാണ് റീഫണ്ട് ഓഫ് ടാക്സ്. റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം നമ്മളിപ്പോൾ TCSും TDSും പഠിച്ചു. ഇനി ഇതിൻ്റെ എന്തെങ്കിലും ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ഒക്കെ റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ വരുന്ന കേസാണ് റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ റീഫണ്ട് ഓഫ് ടാക്സ് വരുമ്പോഴത്തേക്കും കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ട്, കുറേ അധികം സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് റീഫണ്ട് ഓഫ് ടാക്സ്, റീഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കൊടുത്തത് നമ്മൾ തിരിച്ച് മേടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേ ചെയ്ത എമൗണ്ട് കൂടിപ്പോയ എമൗണ്ടാണ്, അത് ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്നതാണ് റീഫണ്ട്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റീഫണ്ട് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, എക്സസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഡ്യൂ ടു മിസ്റ്റേക്ക് ഓർ ഇൻ അഡ്വർട്ടൻസ്. നമ്മൾ ടാക്സ് പേ ചെയ്യുമ്പം എന്തെങ്കിലും തെറ്റ് മൂലമോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമോ ഒക്കെ കൂടുതൽ ടാക്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ പേ ചെയ്ത ആ ടാക്സ് നമുക്ക് റീഫണ്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഇൻക്ലൂഡിങ് ഡീംഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ ക്ലെയിം ഓഫ് റീബേറ്റ് ഓർ റീഫണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം എക്സ്പോർട്ട് ചെയ്ത സമയത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ കീഴിൽ റീഫണ്ട് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീബേറ്റിന് വേണ്ടിയിട്ടോ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് എക്സ്പോർട്ട് തന്നെ ആകണമെന്നില്ല, ഡീംഡ് എക്സ്പോർട്ടും ആകാം. അപ്പം ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുതലാവുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ്, ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ അസസ്മെൻറ്റ്. പ്രൊവിഷണൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളൊരു അസസ്മെൻറ്റ്, ടെമ്പററി അസസ്മെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഇത് ഫൈനലൈസ് ചെയ്യുന്ന ടൈമിൽ ടാക്സിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഒക്കെ വരും. അപ്പം ആ സമയത്ത് കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്തതായിട്ട് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ടിന് അപേക്ഷിക്കാം. റീഫണ്ട് ഓഫ് പ്രീ ഡെപ്പോസിറ്റ് ഫോർ ഫയലിംഗ് അപ്പീൽ ഇൻക്ലൂഡിംഗ് റീഫണ്ട് റൈസിംഗ് ഇൻ പേഴ്സൺസ് ഓഫ് എൻ അപ്പലറ്റ് അതോറിറ്റി ഓർഡർ. ഏതെങ്കിലും ഒരു അപ്പലറ്റ് അതോറിറ്റിയുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ആയിട്ട് പൈസ എന്തെങ്കിലും എമൗണ്ട് എന്തെങ്കിലും പ്രീ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, നമുക്ക് റീഫണ്ട് ചെയ്യാം. റീഫണ്ട് ഓഫ് ടാക്സ് പേയ്മെൻറ്റ് ഓൺ പർച്ചേസ് മെയ്ഡ് ബൈ എംബസീസ് ഓർ UN ബോഡീസ്. ഏതെങ്കിലും UN ബോഡീസ് അല്ലെങ്കിൽ എംബസീസ് പർച്ചേസ് അവരെന്തെങ്കിലും രീതിയിൽ പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആ പർച്ചേസിന് അടച്ച ടാക്സിന് റീഫണ്ടിന് അപേക്ഷിക്കാം. ക്രെഡിറ്റ് അക്യുമുലേഷൻ ഡ്യൂ ടു ഔട്ട്പുട്ട് ബീയിങ് ടാക്സ് എക്സെംപ്റ്റ് ഓർ നിൽ റേറ്റഡ്. നിൽ റേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ടാക്സ് എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയോ സെയിൽസ് നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ നമുക്ക് റീഫണ്ട് മേടിക്കാം. ക്രെഡിറ്റ് അക്യുമുലേഷൻ ഡ്യൂ ടു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഡ്യൂ ടു ടാക്സ് റേറ്റ് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ഔട്ട്പുട്ട്സ് ഓർ ഇൻപുട്ട്സ്. ഔട്ട്പുട്ടിൻ്റെ മേലും ഇൻപുട്ടിൻ്റെ മേലും ഉള്ള ടാക്സിൽ എന്തെങ്കിലും ഡിഫറൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻക്രീസോ ഡിക്രീസോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീഫണ്ട് ചെയ്യാം. ടാക്സ് റീഫണ്ട് ഫോർ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ്. അന്താരാഷ്ട്രപരമായിട്ടുള്ള എന്തെങ്കിലും ടൂറിസ്റ്റ് അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നമുക്ക് ടാക്സ് റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, റീഫണ്ട് ഓഫ് ടാക്സ് ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്. അതിന് മുന്നിലെ സിറ്റുവേഷൻസ് വെർ റീഫണ്ട് ഈസ് നോട്ട് അവൈലബിൾ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റീഫണ്ട് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റാത്തത്, റീഫണ്ട് നമുക്ക് കിട്ടത്തില്ലാത്ത ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്നുള്ളത്. ഫസ്റ്റ്, റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫുള്ളി എക്സംപ്റ്റഡ് സപ്ലൈസ്. ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈസിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റീഫണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ദ ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് ആർ നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ചില ഗുഡ്സ് ആൻഡ് സർവീസസിന് റീഫണ്ട് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. GST കൗൺസിലൊക്കെ വെച്ചിട്ട് തീരുമാനിച്ച് വരുന്നതായിരിക്കും. ആ ഗുഡ്സ് ആൻഡ് സർവീസസിന് നമുക്കൊരിക്കലും റീഫണ്ട് അവൈലബിൾ അല്ല. ഗുഡ്സ് എക്സ്പോർട്ടഡ് ഔട്ട് ഓഫ് ഇന്ത്യ സബ്ജക്റ്റ് ടു എക്സ്പോർട്ട് ഡ്യൂട്ടി. ചില ഗുഡ്സ് എക്സ്പോർട്ട് ഡ്യൂട്ടി ചെയ്തിട്ട്, അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി അനുസരിച്ച് നമ്മൾ ഡ്യൂട്ടിയൊക്കെ അടച്ചിട്ട് ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മളത് അൺയൂട്ടിലൈസ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക്
റീഫണ്ട് കിട്ടത്തില്ല. ഇഫ് ദ സപ്ലയർ അവെയിൽസ് ഡ്യൂട്ടി ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രീതിയിൽ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ട് അതിനെ പിന്നെ നമ്മൾ റീ എക്സ്പോർട്ടും റീ ഇമ്പോർട്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്മേൽ നമ്മൾ അടച്ച ആ ഒരു ഡ്യൂട്ടി എമൗണ്ട് നമ്മൾ തിരികെ പിടിക്കുകയാണ്, റീഫണ്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റീഫണ്ട് ഓൾറെഡി നമ്മൾ ഡ്രോബാക്ക് അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റീഫണ്ട് ഓഫ് ടാക്സ് ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്. അപ്പം ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് വെറുതെ പോയി നമുക്ക് റീഫണ്ട് വേണമെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പം ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്നുള്ളത് അത് നോക്കാം. എ പേഴ്സൺ ക്ലെയിമിംഗ് റീഫണ്ട് ഓഫ് എനി ടാക്സ് ഇൻട്രസ്റ്റ് മേ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ബിഫോർ ദ എക്സ്പയറി ഓഫ് 2 years ഫ്രം ദ റിലവൻറ്റ് ഡേറ്റ് ഓഫ് ഇൻ സച്ച് ഫോം. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ടാക്സിന് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിന് റീഫണ്ട് ക്ലെയിം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പയറി തീരുന്നതിൻ്റെ 2 വർഷം മുന്നിലേ എങ്കിലും ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ ആപ്ലിക്കേഷൻ ഷാൾ ബി അക്കമ്പനീഡ് വിത്ത്. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. സച്ച് ഡോക്യുമെൻ്ററി എവിഡൻസ് സച്ച് മേ ബി പ്രിസ്ക്രൈബ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് എ റീഫണ്ട് ഈസ് ഡ്യൂ ടു ദ ആപ്ലിക്കൻ്റ്. ഈ ആപ്ലിക്കൻറ്റിന് എന്താണ് റീഫണ്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് ആ റീഫണ്ട് മേടിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്ററി എവിഡൻസസ് നമ്മൾ കാണിക്കുക. സച്ച് ഡോക്യുമെൻ്ററി എവിഡൻസസ് ഓർ അതർ ഇനി അത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡോക്യുമെൻ്ററീസോ എവിഡൻസസോ ഉണ്ടെങ്കിൽ അതും കൂടെ കാണിക്കുക. The amount claimed as refund is less than 2 lakh rupees. It shall not be necessary for the applicant to furnish any documentary evidence, but he may file a declaration based on the documentary evidence. ഇപ്പോൾ ഇയാൾ ക്ലെയിം ചെയ്ത എമൗണ്ട് 2 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് അയാളുടെ റീഫണ്ട് എമൗണ്ട് എന്നുണ്ടെങ്കിൽ ഇയാൾ ഒരിക്കലും ഇയാളുടെ ഡോക്യുമെൻ്ററി എവിഡൻസസ് ഫർണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇയാളൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. താൻ ഇതിന് എലിജിബിൾ ആണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ, റീഫണ്ടിന് എലിജിബിൾ ആണെന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. After receiving the application, if the proper officer is satisfied that the whole or part of the amount claimed is refundable, he may make an order accordingly as per the act. ഇനി ഈ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർ ഓഫീസർ ഉണ്ടല്ലോ, നമ്മൾ ഒരാൾക്ക് ഇത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഫയൽ ചെയ്യല്ലേ. അപ്പോൾ ആ ഓഫീസർ നോക്കി ഇത് സാറ്റിസ്ഫൈബിൾ ആണ്, റീഫണ്ടബിൾ ആണ് എന്ന് ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അന്നേരം ഒരു ആക്ട് അനുസരിച്ച് ഓർഡേഴ്സ് ഇടുമെന്നാണ് പറയുന്നത്. The proper officer shall issue an order as per the provision within 60 days from the date of the receipt of application. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുക, പ്രോപ്പർ ഓഫീസറിന് ഈ ഒരു ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് അയാളത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓഫീസർ എന്ത് ചെയ്യും, ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും. 60 ദിവസത്തിനുള്ളിൽ ഓർഡർ അയാൾ ഇഷ്യൂ ചെയ്യും. The refundable amount shall, instead of being credited to the fund, be paid to the applicant if such amount is relatable to. ഇനി നമുക്ക് ഈ ഫണ്ട് അനുവദിച്ച് കിട്ടിയാൽ ചില എമൗണ്ടൊക്കെ ആ ഒരു ഫണ്ടിലേക്ക് പോകുന്നതിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ക്രെഡിറ്റ് ടു ദ ഫണ്ടിലേക്ക് പോകുന്നതിന് പകരം അത് ആപ്ലിക്കൻറ്റിന് തന്നെ നമ്മൾ നേരിട്ട് പേ ചെയ്യുക. ആ എമൗണ്ട് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓഫ് ടാക്സ് ഓൺ സീറോ റേറ്റഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആർ സീറോ റേറ്റഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈസിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്നത് സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കൻറ്റിന് നേരിട്ട് പേ ചെയ്യും. റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അക്കൗണ്ടിൽ കിടപ്പുണ്ടെങ്കിൽ അത് കിട്ടും. റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ എ സപ്ലൈ വിച്ച് ഇസ് നോട്ട് പ്രൊവൈഡ് either wholly or partly and for which the invoice has not been issued where a refund voucher is issued. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലാത്തതും റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്തതുമായിട്ടുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കൻറ്റിന് പേ ചെയ്യും. റീഫണ്ട് ഓഫ് ടാക്സ് ഇൻ പെർസുവൻസ് ഓഫ് സെക്ഷൻ 77. സെക്ഷൻ 77 അനുസരിച്ച് ആ സെക്ഷൻ 77 പറഞ്ഞിട്ടുള്ളത് എന്താണ്, ടാക്സ് റോങ്ഫുള്ളി കളക്റ്റഡ് ആൻഡ് പേ ടു ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് പേ ചെയ്തപ്പോൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കൻറ്റിന് പേയ്മെൻറ്റ് നടത്തും. The tax or any other amount paid by the applicant if he has not passed on the incidence of such tax interest on any other person. ഇനി അയാൾ ഏതെങ്കിലും ടാക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എമൗണ്ട് ആപ്ലിക്കൻ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അയാൾ ടാക്സ് പേ ചെയ്തതായിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും കാണിച്ചിട്ട്, ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല, വേറൊരു പേഴ്സൺ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയാളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കിട്ടും. Where any refund is due to a registered person who has defaulted in furnishing any return or
who is required to pay any tax, interest, or penalty which has not been stayed by any court, tribunal, or appellate authority by a specified date. The proper officer may. അതായത് ഈ ഈ നമ്മൾ എന്താ ഈ ഒരു പ്രോപ്പർ ഓഫീസർ ഓർഡർ കൊടുക്കുന്നുണ്ട്, റീഫണ്ടബിൾ ആക്കിക്കോ, എമൗണ്ട് റീഫണ്ടബിൾ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഓർഡർ കൊടുക്കുന്നതിന് മുന്നിൽ ഇയാൾ ഈ ആപ്ലിക്കൻ്റ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും റിട്ടേൺസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഡിഫോൾട്ട് ആവുകയോ അല്ലെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പെനാൽറ്റി ഒന്നൊക്കെ അടയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേയ്മെൻ്റ് ഒന്നും നടത്താത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഈ റീഫണ്ട് എമൗണ്ട് പ്രോപ്പർ ഓഫീസറിന് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു പെർമിഷനും കൂടെ ഉണ്ട്. വിത്ത്ഹോൾഡ് പേയ്മെൻറ്റ് ഓഫ് റീഫണ്ട് due until the said person has furnished the return or paid the tax, interest or penalty as the case may be. അപ്പം ഈ ഒരു പേയ്മെൻറ്റ് നടത്തുന്നിടം വരെയും എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ഇയാൾക്ക് നടത്താതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേയ്മെൻറ്റ് ഇയാൾ കംപ്ലീറ്റ് ആക്കുന്നിടം വരെയും ആ എമൗണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഡിഡക്റ്റ് ഫ്രം ദ റീഫണ്ട് ഡ്യൂ any tax, interest, penalty or fee or any other amount which the taxable person is liable to pay. ഇനിയും ഏതെങ്കിലും രീതിയിൽ ഇയാൾ പേ ചെയ്യാതെ കിടക്കുന്ന എമൗണ്ട് ഇപ്പോൾ 1000 രൂപയൊക്കെ പെനാൽറ്റി ആയിട്ട് അടയ്ക്കാനുണ്ടെങ്കിൽ 1500 ഇയാൾക്ക് റീഫണ്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ 1000 അടച്ചിട്ട് ബാക്കി 500 രൂപ മാത്രമേ ഈ ഒരു പ്രോപ്പർ ഓഫീസറിന് ഇയാൾക്ക് റീഫണ്ടബിൾ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. Where a refund is withheld as mentioned above, the taxable person shall be entitled to interest at such rate not exceeding 6% as may be notified by the GST Council. അപ്പം ഏതെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് കേസ് ജയിച്ചാണ് ഇയാൾക്ക് ഈ ഒരു എമൗണ്ട് റീഫണ്ടായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ GST കൗൺസിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഇയാൾക്ക് 6% കൂടുതൽ ആകാതെ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കൂടെ കിട്ടുമെന്ന് പറയുന്നു. The amount of advance tax deposited by a casual taxable person or a non-resident taxable person shall not be refundable unless such person has furnished all returns. അപ്പം ഒരു കാഷ്വൽ ടാക്സിബിൾ പേഴ്സൻ്റെയോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റിൻ്റെയോ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും രീതിയിലുള്ള റിട്ടേൺസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു എമൗണ്ട് റീഫണ്ടബിൾ ആക്കി കിട്ടത്തുള്ളൂ. നോ റീഫണ്ട് ഷാൾ ബി പെയ്ഡ് ടു ആൻ ആപ്ലിക്കൻ്റ് ഇഫ് ദ എമൗണ്ട് ഈസ് ലെസ് ദാൻ 1000 rupees. 1000 രൂപ കുറവുള്ള എമൗണ്ട് ആണ് ഇവർക്ക് ക്ലെയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് റീഫണ്ട് കൊടുക്കത്തില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചില സർട്ടൈൻ കേസസിൽ സെക്ഷൻ 55 ഓഫ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ കീഴിൽ റീഫണ്ട് ഓഫ് ടാക്സ് ഇൻ സർട്ടൻ കേസസ്, ചില സർട്ടൻ കേസസ് നമുക്ക് റീഫണ്ടബിൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സർട്ടൻ കേസസ് എന്ന് നോക്കിക്കേ. ദി ഗവൺമെൻറ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി കൗൺസിൽ സ്പെസിഫൈ എനി സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഓർ എനി മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ നോട്ടിഫൈഡ് അണ്ടർ ദ യുണൈറ്റഡ് നേഷൻസ് പ്രിവിലേജസ്. അപ്പം ഏതെങ്കിലും ഒരു യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനോ ഒക്കെ എന്താണ് ഈ ഒരു റീഫണ്ട് ഓഫ് ടാക്സ് ചില സിറ്റുവേഷൻസിൽ അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസുലേറ്റ് ഓർ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ഓർ എനി അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസിന് ഇതുപോലെ അവൈലബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇതാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, പിന്നീട് പറഞ്ഞുതരാം. ദ GST ആക്ട് ഡസ് നോട്ട് ഡിഫൈൻ എനിത്തിങ് ലൈക്ക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇപ്പം GST ആക്ടിൻ്റെ അകത്ത് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിനെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, എന്താണെന്ന് കറക്റ്റ് ഡിഫൈൻ ചെയ്യുന്നില്ല. എന്നാൽ ദ ടേം ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വേർ ദി റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഇൻപുട്സ് പർച്ചേസ്ഡ്, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടച്ചിട്ടുള്ള ഇൻപുട്ട്, അതായത് ഇൻപുട്ട് GST പെയ്ഡ് ഓൺ ഇൻപുട്ട് റിസീവ്ഡ്. നമ്മൾ പർച്ചേസ് ചെയ്തപ്പം നമ്മൾ ടാക്സ് അടയ്ക്കുമല്ലോ. ഇൻപുട്ട് എന്ന് പറയുന്നതാണ് പർച്ചേസ് ചെയ്യണം. അപ്പം പർച്ചേസിന്മേൽ നമ്മൾ അടച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് മോർ ദാൻ ഇൻപുട്ട് ടാക്സ് ഈസ് മോർ ദാൻ ദ റേറ്റ് ഓഫ് ടാക്സ് ഓൺ ഔട്ട്വേർഡ് സപ്ലൈസ്. നമ്മൾ സെയിൽസ് നടത്തിയപ്പം നമ്മൾ പേ ചെയ്ത GSTനെക്കാട്ടിലും എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഔട്ട്വേർഡ് സപ്ലൈസിനെ പേ ചെയ്യേണ്ട റേറ്റിനെക്കാട്ടിലും കൂടുതലാണ് ഇൻവേർഡ് സപ്ലൈസിൻ്റെ മേലെ പേ ചെയ്തേക്കുന്ന എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്ത്? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്നുള്ളത്.
ഒരു എക്സാമ്പിൾ നോക്കിക്കേ. കൃഷ്ണ ലിമിറ്റഡ് ഈസ് എ കമ്പനി വിച്ച് ഈസ് മാനുഫാക്ചറിങ് ഇൻവെർട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പം ഫോർ വിച്ച് ദ കമ്പനി ബൈസ് ഇൻപുട്ട് റോ മെറ്റീരിയൽ അറ്റ് 18% GST പെയ്ഡ് ഈസ് 1 lakh. അപ്പോൾ അയാൾ ഇൻവെർട്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. 18% പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് ടാക്സ് പേ ചെയ്തിട്ട്. അപ്പോൾ അത് ജസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1 lakh rupees എന്ന് പറയാം. അപ്പോൾ 18% എന്ന് പറയാം 1 lakh rupees എന്ന് പറയാം. 1 lakh rupees കൊടുത്തിട്ട് ടാക്സ് പേ ചെയ്തിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു. ദ ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഇൻവെർട്ടർ ഓൺ വിച്ച് സേ GST റേറ്റ് ഈസ് 12% ആൻഡ് GST പേബിൾ 65,000. അപ്പോൾ ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആയി ഒരു ഇൻവെർട്ടറായിട്ട് കൺവേർട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 12% GST, അതായത് ₹65,000 മാത്രമേ നമ്മൾ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, ഈ മേളിൽ നമ്മൾ ഇൻപുട്ട് റോ മെറ്റീരിയലിന്, അതായത് പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ പേ ചെയ്തത് 1,00,000 രൂപയാണ്. എന്നാൽ സെയിൽസ് നടത്തിയപ്പോൾ നമ്മൾ പേ ചെയ്ത് 65,000 രൂപയേ ഉള്ളൂ. അപ്പം ഔട്ട്വേർഡ് സപ്ലൈസിന് നമ്മൾ അടച്ച ടാക്സിനെക്കാട്ടും കൂടുതലാണ് ഇൻവേർഡ് സപ്ലൈസിന് നമ്മൾ അടച്ച ടാക്സ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നു.